ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് ആദ്യമായിട്ടാണ് അബുദാബിയിൽ പകൽ വെട്ടത്തിൽ പുറത്തിറങ്ങുന്നത്. അപ്പം ഇതുവരെ രാത്രിയായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായ. ഇതെങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാമല്ലേ. വിത്തൗട്ട് ലൈറ്റ്സ് കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. പക്ഷേ എന്ത് പറഞ്ഞാലും നമ്മളെ നാട്ടിലെ സുഖം നമുക്ക് എവിടെയും കിട്ടില്ല കേട്ടോ. ഇവിടെ സിറ്റിയിലൊന്നും ഇലകളൊക്കെ കാണേണ്ട കുറച്ച് പണിയാണ്. അത്ര ഒരു പച്ചപ്പൊന്നുമില്ല. സോ ഇങ്ങനെ വീർപ്പ് മുട്ടിയിരിക്കുന്നത് കൊണ്ടായിരുന്നു ഏട്ടൻ പറഞ്ഞു കോർണിഷിൻ്റെ അടുത്ത് പോകാം, അവിടെ കുറച്ച് പച്ചപ്പ് കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കുറച്ച് നടന്നു, കോർണിഷ് എത്തി. ഇതാണ് ആ കോർണിഷ്. ഉദ്ദേശിക്കുന്നത് വെള്ളത്തിൻ്റെ സൈഡ്, കടൽ തീരം, അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ നമ്മൾ കോർണിഷിലെത്തി. പക്ഷേ അവിടെ എത്തിയിട്ടും പച്ചപ്പ് കണ്ടു എന്നേ ഉള്ളൂ. എനിക്ക് ആ ഒരു ഫീല് വന്നില്ല. എന്ന് വെച്ചാൽ അവിടുത്തെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ മോയ്സ്ചർ കണ്ടൻറ് ഇല്ല എയറിൽ. ജസ്റ്റ് ഇങ്ങനെ എയറുണ്ട്, അല്ലാണ്ട് ആ ഒരു സുഖമുള്ള കാറ്റല്ല. മരുഭൂമിയിൽ എങ്ങനെയാണോ അതിൻ്റെ കുറച്ചൊരു വ്യത്യാസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മൊത്തത്തിൽ അങ്ങോട്ട് പിടിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാണാൻ കുറേ ബിൽഡിംഗ് ഉണ്ട്, എന്ന് വെച്ചാൽ എല്ലാം മാൻമെയ്ഡാണ്. കുറ്റം പറയല്ല കേട്ടോ, അവരവരുടേതായ രീതിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. എന്താ വെച്ചാൽ ഒരു മരുഭൂമിയെ ഇതുപോലെ ആക്കിയെടുക്കണം എന്ത് പാടുണ്ട് എന്നുള്ളത് ആലോചിക്കാമല്ലോ. അപ്പോൾ അവരുടെ സെറ്റപ്പ് അടിപൊളിയാണ്, ഭയങ്കര നീറ്റാണ്. നമ്മളെ നാട്ടിലൊന്നും ഇതൊന്നും പറ്റൂല. നമ്മളെ നാട്ടിൽ ഇതുപോലുള്ള അണ്ടർ പാസ്സൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്കൂടി മനുഷ്യൻ പോയിട്ടൊരു പട്ടി പോലും പോകില്ല. അത്ര മോശമാക്കി വെക്കും നമ്മളെ നാട്ടുകാർ. നമ്മളെ നാട്ടുകാരെ കുറ്റം പറഞ്ഞല്ല, പക്ഷേ അതാണ് അവസ്ഥ. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അപ്പോൾ ഇവരുടെ അണ്ടർ പാസ്സൊക്കെ നല്ല നീറ്റാണ്, സെറ്റാണ്. അങ്ങനെ നമ്മൾ അണ്ടർ പാസ് കഴിഞ്ഞ് കോർണിഷിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഇതാണ് കോർണിഷ്, കടൽ തീരം. ഒരുപാട് ആൾക്കാർ ചൂടൊന്നും നോക്കുന്നില്ല. ഒരുപാട് ആൾക്കാർ ഈ സൈക്കിൾ പോലത്തെ സാധനമൊക്കെ എടുത്തിട്ട് ഇറങ്ങുന്നുണ്ട്. പിന്നെ എക്സസൈസ് ചെയ്യാൻ, ഓടാൻ, ചാടാൻ ഒക്കെ വേണ്ടി കുറേ ആൾക്കാരുണ്ട്. പിന്നെ ഈ റൂമിൽ തന്നെ ഇരുന്ന് ബോറടിക്കുന്ന ആൾക്കാരും അവരുടെ മക്കളും ഭാര്യയൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പിന്നെ ഞാൻ കണ്ടൊരു അത്ഭുതം ഈ വെള്ളമാണ്. വെള്ളം പോലെയല്ല ഉള്ളത്, അതെന്തോ ആർട്ടിഫിഷ്യൽ പോലെയുള്ള. പക്ഷേ ഇത് വെള്ളം തന്നെയാണ്. അതിൻ്റെ ആ ഒരു വൈബ്രേഷൻ പോലും എനിക്ക് ആർട്ടിഫിഷ്യൽ ആണെന്ന് തോന്നിപ്പോയി. അതൊന്ന് തൊട്ട് നോക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ തൊടാനുള്ളൊരു ചാൻസ് കിട്ടിയില്ല. അതിനുള്ള സംവിധാനം ഇല്ല, അപ്പോൾ തൊടാൻ പറ്റിയില്ല. എനിവേസ് സംഭവമൊക്കെ അടിപൊളിയാണ്. ഇരുന്നിരുന്ന് മതിയായപ്പോൾ എൻ്റെ മോനെ ഇറങ്ങി നടക്കാൻ തുടങ്ങി. ആ സീറ്റ് കണ്ടോ, അതൊരു പേളിൻ്റെ സീറ്റാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുൾ വേർക്കാൻ തുടങ്ങി. ടാക്സി പിടിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് പാട്ടം പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, കുറേ ആയില്ലേ നിൽക്കുകയും ചെയ്യുന്നത്, നമുക്ക് കുറച്ച് നടന്നിട്ട് തന്നെ പോകാം, വേർത്തോട്ടെ, കുഴപ്പമില്ല പറഞ്ഞു. പക്ഷെ ഒരു ടൈം കഴിഞ്ഞപ്പോൾ മോൻ്റെ സമനില തെറ്റി, അവന് ദേഷ്യം പിടിക്കാൻ തുടങ്ങി. അങ്ങനെ അവന് ഫുഡൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ടാണ് പിന്നീടുള്ള നമ്മളെ യാത്ര. ഇത് അതിൻ്റെ തീരത്ത് തന്നെയുള്ളൊരു പാർക്ക് പോലത്തെ ഒരു ഏരിയ ആണ്. മോന് അവിടെ എത്തിയപ്പോൾ കുറച്ച് സമാധാനമായി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. കൂടുതൽ വീഡിയോകളായി ഞാൻ വീണ്ടും വരും. അതുവരെ താങ്ക് യു.